എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് മൊഡ്യൂൾ ആണ് കോർഡിനേഷൻ കെമിസ്ട്രി. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്, കോർഡിനേഷൻ കെമിസ്ട്രി. ഓക്കെ, അപ്പം കോർഡിനേഷൻ കെമിസ്ട്രിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ആണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടുകളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഏതൊക്കെയാണ്? അയോണിക് ബോണ്ടുകളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടുകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ അവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് അനദർ ഫോം ഓഫ് ബോണ്ട് ആണ് എന്താ കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കോവാലന്റിലും അയോണിക്കിലും ഒക്കെ നമ്മൾ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, ഇപ്പൊ ഹൈഡ്രജൻ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ ഫസ്റ്റ് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, സെക്കൻഡ് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പരസ്പരം ഓരോ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അയോണിക് ബോണ്ട് ആണെങ്കിലും കോവാലന്റ് ബോണ്ട് ആണെങ്കിലും ഫോം ചെയ്യുന്നത്. എന്നാൽ കോർഡിനേഷൻ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ട്. ഇവിടെ നമ്മുടെ ഒരു എലമെന്റ് ഇലക്ട്രോണിനെ വാങ്ങിക്കുകയും മറ്റേ ആള് 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ഇലക്ട്രോണും ഡൊണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു എലമെന്റും, ആ കൊടുക്കുന്ന ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരാൾ കൊടുക്കുന്നത്. അപ്പൊ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു അഡിഷൻ കോമ്പൗണ്ട് ആണ്. എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത്? ഒരു അഡിഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അഡിഷൻ കോമ്പൗണ്ട് ആണ്. ഈ അഡിഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണുള്ളത്. അഡിഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എത്ര ടൈപ്പ് ആണ്? 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാവോ? ഒന്ന് ഡബിൾ സോൾട്ടുകളാണ്. മറ്റേത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഒന്ന് ഡബിൾ സോൾട്ട് ആണ്, മറ്റൊന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ ഡബിൾ സോൾട്ട് എന്ന് പറഞ്ഞാല് ഒന്നിലധികം കോമ്പൗണ്ട്സ് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു അല്ലെ, അഡിഷൻ കോമ്പൗണ്ട്സ് എന്നാ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡിഷൻ കോമ്പൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് KCl പ്ലസ് MgCl2 പ്ലസ് 6H2O. ഈ മോളിക്യൂൾസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ ആണ് KCl ഡോട്ട് MgCl2 ഡോട്ട് 6H2O. ഇതിന്റെ പേര് കാർണലൈറ്റ് എന്നാണ്. ഏതാണ്? കാർണലൈറ്റ്. അപ്പൊ ഇതെന്താണ്? ഒരു അഡിഷൻ മോളിക്യൂളാണ്. അപ്പൊ ഇതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡിഷൻ മോളിക്യൂളാണ്. പക്ഷെ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത് when it dissolved in a solvent, ഒരു സോൾവെന്റിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ അഡിഷൻ കോമ്പൗണ്ട് എന്തൊക്കെയായിട്ട് മാറും? ഇവര് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾ ആയിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ലൂസസ് ഇറ്റ്സ് ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യും? ഇവര് ലൂസ് ചെയ്യും. കാരണം ഇവര് ഈ ഒരു കോംപ്ലക്സ്, ഈ ഒരു ഡബിൾ സോൾട്ട് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ആളിനെയാണ് നമ്മൾ ഡബിൾ സോൾട്ട് അല്ലെങ്കിൽ കാർണലൈറ്റ് എന്ന് പറയുന്നത്. വെൻ വി ഡിസോൾവ് ഇറ്റ് ഇൻ എ സോൾവെന്റ്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റിൽ നമ്മൾ ഇവരെ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഐഡന്റിറ്റി ലൂസ് ചെയ്തിട്ട് ഇവര് ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂൾ ആയിട്ടങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള അഡിഷൻ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡബിൾ സോൾട്ട്. അപ്പൊ ഡബിൾ സോൾട്ട് എന്താ ചെയ്യുന്നത്? ഇറ്റ് ലൂസസ് ദെയർ ഐഡന്റിറ്റി വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഐഡന്റിറ്റി അവർ ലൂസ് ചെയ്യുന്നു. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റി. ഇവരെന്ത് ചെയ്യുന്നു? അവരുടെ ഐഡന്റിറ്റി വാട്ടറിലും റീറ്റെയിൻ ചെയ്തു. അങ്ങനെയുള്ള അഡിഷൻ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ FeCN 6 times 4 മൈനസ്. അപ്പൊ ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താലും ഇല്ലെങ്കിലും എപ്പോഴും ഇവരെന്തായിരിക്കും? ഇതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഐഡന്റിറ്റി, ഇവർ ഈ ഒരു കോംപ്ലക്സ് ഐഡന്റിറ്റി ഇവരെന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും.
ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞത് ഒരു അഡിഷൻ കോമ്പൗണ്ട് ആണ്. അഡിഷൻ കോമ്പൗണ്ട് 2 ടൈപ്സ് ആണുള്ളത്, ഡബിൾ സോൾട്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ടുകളും. അതിൽ ഡബിൾ സോൾട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടാഷ് ആലം, കാർണലൈറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ ഡബിൾ സോൾട്ടുകളുടെ എക്സാമ്പിൾസ് ആണ്. അവരെന്ത് ചെയ്യുന്നു? ഇറ്റ് ലൂസസ് ദെയർ ഐഡന്റിറ്റി വെൻ ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എന്നാൽ കോർഡിനേഷൻ കോമ്പൗണ്ട് റീറ്റെയിൻ ദെയർ ഐഡന്റിറ്റി വെൻ ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോവാം. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. It consists of an array of anions or neutral molecules are bonded to a central atom via coordinate covalent bond. അപ്പോ ഇവരെന്താ? നമ്മുടെ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം കാണും അല്ലെ? ഇപ്പൊ നമ്മൾ എഴുതിയ മോളിക്യൂൾ ആണെങ്കിൽ Fe(6)4-. അപ്പൊ ഈ മോളിക്യൂളിനകത്ത് ആരൊക്കെയുണ്ട്? Fe, അയൺ ഉണ്ട്. ഈ അയണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റം. കോമൺ ആയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെന്റുകൾ പ്രത്യേകത എന്താ? ഡി ബ്ലോക്ക് എലമെന്റിനകത്ത് ധാരാളം വേക്കന്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഉണ്ട് അല്ലെ? ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ അയണിന്റെ കേസിലാണെങ്കിൽ തന്നെ അയൺ എന്ന് പറയുന്നത് 26 അല്ലെ? Fe എന്ന് പറയുന്നത് 26. 26 എന്ന് പറയുമ്പോൾ ആർഗൺ 4s2 3d6. ഇവിടെ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകളാണ് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു സെൻട്രൽ മെറ്റൽ ആറ്റം കാണും. അതാരായിരിക്കും? ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ ആറ്റം. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യുന്ന മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ ആരാ ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ Cn മോളിക്യൂൾ ആണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ Cn എന്ന് പറയുന്നത് നമുക്കറിയാം Cn നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂളാണ്. ദാറ്റ് ഈ Cn എന്ന് പറയുന്നത് ഒരു ആനയോൺ ആണ്. ഓക്കെ, ഒരു ആനയോൺ ആണ്. അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസും ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആരാണ് ന്യൂട്രൽ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ? എക്സാമ്പിൾ NH3. NH3 എങ്ങനെയാ ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മള് NH3യുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചതാ. നൈട്രജനകത്ത് എന്തുണ്ട്? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഇവരെന്ത് ചെയ്യും? കോർഡിനേറ്റ് ബോണ്ടിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് they are chemical compound consist of an array of anions or neutral molecule. ഇതിനകത്ത് കുറച്ചധികം ആനയോൺസോ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസോ കാണും. ദേ ആർ ബൗണ്ടഡ് ടു എ സെൻട്രൽ ആറ്റം. ഒരു സെൻട്രൽ ആറ്റത്തിലോട്ട് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് വഴി ബോണ്ട് ചെയ്തിരിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾ അല്ലെ? ഒരു ഒന്നിലധികം ആൾക്കാർ ചേർന്നിരിക്കുന്ന ഒരു കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അപ്പോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നമ്മൾ കോർഡിനേഷൻ കോംപ്ലക്സുകൾ എന്നും വിളിക്കാറുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിനെ നമ്മൾ എന്താ? കോർഡിനേഷൻ കോംപ്ലക്സസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെൻട്രൽ ആറ്റത്തിനകത്തേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്ന ആരൊക്കെയാണ്? ആനയോണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസോ ആണ്. ഇങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ്ഡ് സ്പീഷീസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗാൻസ്. എന്താ വിളിക്കുന്നത്? ലിഗാൻസ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിഗാൻസ്. അപ്പൊ ലിഗാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? They are the molecules which donate an electron pair to the central atom. സെൻട്രൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ലിഗാൻസ്. ഓക്കെ, അപ്പോ ലിഗാൻസ്. അപ്പൊ ഇനി നമുക്ക് സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ അയോണുകളെ കുറിച്ച് പറയാം. അപ്പൊ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞ ആരാണ്? ദ ആറ്റം ഓർ അയോൺ which a set of number of atoms or molecules are bounded referred to as a central atom. അപ്പൊ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ആണ്. ആറ്റം അല്ലെങ്കിൽ ഒരു ആറ്റം
ആണ് അല്ലെങ്കിൽ അയോൺ ആണ്, അത് എന്ത് ചെയ്യുന്നു, ഈ അയോണിലേക്ക് എ സെറ്റ് ഓഫ് ആനയോർ ഓർ ന്യൂട്രൽ മോളിക്കൂൾ എന്ത് ചെയ്തിരിക്കുന്നു, ബോണ്ട് ചെയ്തിരിക്കുന്നു അല്ലെ. ഒരു കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് വഴി ഒരു സെറ്റ് ഓഫ് മോളിക്കൂൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് അയോൺസ് എന്ത് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ബോണ്ട് ചെയ്തിട്ടുള്ള ഈ ലിഗാൻഡുകൾ ബോണ്ട് ചെയ്യുന്ന ഈ ഒരു ആറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൻട്രൽ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ അയോണുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനകത്ത് ടിപ്പിക്കലി നമ്മുടെ സെൻട്രൽ ആറ്റംസ് എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ് ആയിരിക്കും. ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കണേ. സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന ആരാണ്, ലൂയിസ് ആസിഡാ. കാരണം എന്താ, ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ. നമുക്കറിയാം അക്കോർഡിംഗ് ടു ദ ലൂയിസ് കോൺസെപ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്ററുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഇലക്ട്രോൺ അക്സെപ്റ്ററുകളെ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. ഇലക്ട്രോൺ ഡോണറുകളെ, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ലൂയിസ് ബേസ് എന്ന് വിളിക്കാം അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ സെൻട്രൽ ആറ്റം എന്താ ചെയ്യുന്നത്, സെൻട്രൽ ആറ്റം ഇലക്ട്രോണുകളെ അക്സെപ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ സയനൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ സയനൈഡിനകത്തുള്ള ഒരു ഇലക്ട്രോൺ പെയറിനെ ഇവരെന്ത് ചെയ്തിരിക്കുക, ഇവര് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടോ, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ സെൻട്രൽ ആറ്റം accepts an electron pair from the ligand. So central atom act as a Lewis acid. Central atom ഒരു ലൂയിസ് ആസിഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. എന്നാൽ ലിഗാൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ലിഗാൻസ് ആക്ട് ആസ് എ ഇലക്ട്രോൺ ഡോണർ. ലിഗാൻഡ് എന്തായിട്ടാ, ലിഗാൻഡ് ഇലക്ട്രോൺ ഡോണർ ആണ്. ഇലക്ട്രോൺ ഡോണർ ആയതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ നമുക്ക് ലിഗാൻഡുകളെ ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ലിഗാൻഡുകളെ ലൂയിസ് ബേസുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ സെൻട്രൽ ആറ്റം ഉണ്ട്, സെൻട്രൽ അയോൺ ഉണ്ട്. സെൻട്രൽ ആറ്റം എന്ന് പറയുന്ന ആരാണ്, ഒരു ലൂയിസ് ആസിഡ് ആണെന്ന് ഓർക്കുക, ലൂയിസ് ആസിഡ്. ഇനി ലിഗാൻഡുകൾ, അപ്പൊ സെൻട്രൽ ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ലിഗാൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the atoms or molecules or ions that bonded to the coordination center. കോർഡിനേഷൻ സെന്ററിലേക്ക് ഒരു ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്ന ആറ്റംസ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോണുകൾ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്, ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗാൻഡുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ they are the species that donate an electron pair to the central atom and covalently bonded to the central atom. സെൻട്രൽ ആറ്റവുമായിട്ട് കോവാലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്ന സ്പീഷീസിനെ, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിഗാൻഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ലിഗാൻഡ്സ് എന്ന് പറയുന്ന ആൾക്കാര്, ലിഗാൻഡ്സ് എന്ന് പറയുന്നത് എന്താകാം, ലിഗാൻഡ്സ് can be either a simple ion or a molecule. ഒരു സിമ്പിൾ ആയിട്ടുള്ള അയോൺ ആകാം. ഫോർ എക്സാമ്പിൾ Cl മൈനസ്, F മൈനസ്, Br മൈനസ്, ഇവരൊക്കെ എന്താ സിമ്പിൾ ആയിട്ടുള്ള അയോണുകളാണ് അല്ലെ. ഒരു ക്ലോറൈഡ് അയോൺ, ഫ്ലൂറൈഡ് അയോൺ, ബ്രോമൈഡ് അയോൺ, ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള അയോണുകളാകാം എന്ത്, നമ്മുടെ ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞ NH3 ഒരു മോളിക്യൂൾ ആണ്, Cn ഒരു മോളിക്കൂൾ ആണ്, H2O ഒരു മോളിക്കൂൾ ആണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള അയോണുകളാകാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. ഓക്കെ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. Cl മൈനസ് പോലെയുള്ള മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ അമോണിയ പോലെയുള്ള മോളിക്യൂൾസ് ആകാം, ഓർ ഈവൻ റിലേറ്റീവ്ലി ലാർജ് മോളിക്യൂൾസിന് വരെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ആണ് ഈഥെയ്ൻ 1,2-ഡയമീൻ. എന്താണ്, ഈഥെയ്ൻ 1,2-ഡയമീൻ. ഈഥെയ്ൻ 1,2-ഡയമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ഒരു NH2 ഉണ്ട്, ഇവിടെ ഒരു NH2 ഉണ്ട്. ഇവിടുത്തെ ഈ ഒരു നൈട്രജനും എന്തുണ്ട്, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഒരു നൈട്രജനും എന്തുണ്ട്, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും എന്ത് ചെയ്യും, നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് 2 ഇലക്ട്രോൺ പെയറുകളെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവരെന്താണ്,
ഇതാണ് നമ്മുടെ ലിഗാൻഡ്. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള എല്ലാവരെയും നമുക്ക് എന്ത് വിളിക്കാം? ലിഗാൻസുകൾ എന്ന് വിളിക്കാം. അപ്പൊ ലിഗാൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, ഓർ ഇവൻ ലാർജ് മോളിക്യൂൾ വേണമെങ്കിലും ആകാം. ഓക്കെ, ഇനി നമുക്ക് ഈ ലിഗാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് ടേമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാണ് ഡെന്റിസിറ്റി. എന്താണ് ഡെന്റിസിറ്റി? എന്താണ് ഡെന്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിഗാൻസിന് എത്ര ഇലക്ട്രോൺ പെയറുകളെയാണോ നമ്മുടെ സെൻട്രൽ ആറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളത്, അതിനെയാണ് നമ്മുടെ ഡെന്റിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഡെന്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് through which the ligands can be donate a pair of electron is called density. ഓക്കെ, അപ്പോ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോ എത്ര ഡോണർ ആറ്റം വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഡൊണേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ക്ലോറിൻ മൈനസ് എന്ന് പറയുന്ന ആളെ എടുത്തു. ക്ലോറിൻ മൈനസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ഒരു ഒറ്റ ഇലക്ട്രോൺ പെയർ, ദാറ്റ് ഈസ് ഈ ഒരു ഇലക്ട്രോൺ പെയർ മാത്രമേ ഇവരെന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് കൊടുക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ ഡെന്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ആറ്റംസ് ത്രൂ വിച്ച് ദ ലിഗാൻസ് ക്യാൻ ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ പെയർ. ഓക്കെ, അപ്പോ നമ്മുടെ ഇപ്പൊ അയൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഈ അയണില് ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് നമ്മൾ ഉണ്ടെങ്കിൽ ക്ലോറിന് ഒറ്റ ഒരു ഇലക്ട്രോൺ പെയറിനെ മാത്രമേ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ NH3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇവർക്കും ഈ നൈട്രജൻ അകത്തുള്ള ഈ ഒരു ഇലക്ട്രോൺ പെയറിനെ മാത്രമേ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോഡെന്റേറ്റ് ലിഗാൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മോണോഡെന്റേറ്റ് ലിഗാൻഡ്. മോണോഡെന്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ്? ഒറ്റ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഡോണർ ആറ്റം ആയിരിക്കും ഇതിനകത്തുള്ളത്. ഇപ്പൊ ഈ Cl- എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലോറിൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇലക്ട്രോണിനെ കൊടുക്കത്തുള്ളൂ. ഇവിടെ NH3 എന്ന് പറയുന്ന നൈട്രജനും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് ആര് മാത്രമേ ഒറ്റ ഒരു ഇലക്ട്രോൺ ഡോണർ ആറ്റമേ ഉള്ളൂ? ആരാണ്? നമ്മുടെ നൈട്രജൻ മാത്രമേ, നൈട്രജന്റെ ലോൺ പെയർ മാത്രമേ ഇങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. അതുപോലെ Cn- എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഈ ഒറ്റ ഒരു ഇലക്ട്രോൺ പെയർ, അല്ലെ, ഈ ഒറ്റ ഒരു ഡോണർ ആറ്റം മാത്രമേ എന്തുള്ളൂ? ഈ Cnനകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ ഇലക്ട്രോൺ ഡോണർ ആറ്റം മാത്രമാണ് ഒരു ലിഗാൻഡിൽ ഉള്ളെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? മോണോഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കാം. മോണോഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ് NH3, അതുപോലെ തന്നെ H2O, Cl-, Br-, OH-, Cn-, ഇങ്ങനെയുള്ള മോളിക്യൂളുകൾ എല്ലാവരും എന്താണ്? മോണോഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾസ് ആണ്. എന്താണ്? മോണോഡെന്റേറ്റ് ലിഗാൻഡിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഓക്കെ, അപ്പോ മോണോഡെന്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ? ഒറ്റ ഒരു ഡോണർ ആറ്റംസ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ഇനി സം മോളിക്യൂൾസ് അവർക്ക് എന്തായിരിക്കും? 2 ഡോണർ ആറ്റംസ് കാണും. എന്തായിരിക്കും? 2 ഡോണർ ആറ്റംസ് കാണും. അപ്പൊ 2 ഡോണർ ആറ്റംസ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്ക് ബൈഡെന്റേറ്റ് എന്ന് വിളിക്കാം, അല്ലെ? ബൈഡെന്റേറ്റ് ലിഗാൻസ് എന്ന് വിളിക്കാം. ബൈഡെന്റേറ്റ് ലിഗാൻസ്. അപ്പൊ ബൈഡെന്റേറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും? ആ ലിഗാൻഡുകൾക്ക് 2 ഡോണർ ആറ്റം കാണും. എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എഥിലീൻ ഡൈയമീൻ അല്ലെങ്കിൽ ഈഥീൻ 1,2-അമീൻ എന്ന് പറയുന്നത്, 1,2-ഡൈയമീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവിടത്തെ ഈ ഒരു നൈട്രജനും ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്, ഈ ഒരു നൈട്രജനും ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട്. അപ്പൊ ഇയാളും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ഇയാളും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഇതിന്റെ പേര് എഥിലീൻ ഡൈയമീൻ, എഥിലീൻ ഡൈയമീൻ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ? ഇത് ഒറ്റ ഒരു ലിഗാൻഡാ, ബട്ട് ഈ സിംഗിൾ ലിഗാൻഡിന് 2 ഇലക്ട്രോൺ ഡോണർ ആറ്റംസ് ഉണ്ട്. സോ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ബൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം?
ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓക്സലേറ്റ് മോളിക്യൂൾ. ഓക്സലേറ്റ് എന്ന് പറയുമ്പോൾ ഓക്സാലിക് ആസിഡ്. ആരാ ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ? ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH സിംഗിൾ ബോണ്ട് COOH. ഈ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സാലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഈ ഓക്സാലിക് ആസിഡിനകത്തു നിന്ന് ഈ 2 H+ അങ്ങ് പോയി. 2 H+ അങ്ങ് പോയി കഴിയുമ്പോൾ ഇവിടെ രണ്ടും ഒരു നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ ഒരു O-, ഇവിടെ ഒരു O-. ഇവരെന്ത് ചെയ്യും? ഈ ഒരു ഓയും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ഇയാളും ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സലേറ്റ് അയോൺ. ഓക്കെ, ഓക്സലേറ്റ് അയോൺ. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് ഇതാണ്ട് C2, 2 C അല്ലേ ഉള്ളത്, O4, അതുപോലെ 2- ചാർജ് 2-. C2O4 2- എന്ന് കണ്ടാൽ അത് ആരാണ്? അത് ഓക്സലേറ്റ് അയോൺ ആണ്. ആരാണ്? ഓക്സലേറ്റ് അയോൺ ആണ്. ഇത് എഥിലീൻ ഡയമീൻ. എഥിലീൻ ഡയമീനെ നമ്മൾ EN എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? EN എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് എഥിലീൻ ഡയമീനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോ 2 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ബൈഡെൻഡേറ്റ് എന്ന് വിളിക്കാം. ഇനി 3 എണ്ണത്തിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ട്രൈഡെൻഡേറ്റ് എന്ന് വിളിക്കാം. എന്താ? ട്രൈഡെൻഡേറ്റ്. 4 ആണെങ്കിൽ ക്വാഡ്ര. അങ്ങനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. ഇനി പോളിഡെൻഡേറ്റ് ഉണ്ട്. എന്താ? പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. എന്താ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ? മോർ ദാൻ 2 ഡോണർ ആറ്റം. മോർ ദാൻ 2 ഡോണർ ആറ്റംസ് ഉള്ള ലിഗാൻഡുകളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എന്താ? പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. ഈ പോളിഡെൻഡേറ്റ് ലിഗാൻഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് EDTA എന്ന് പറയുന്നത്. എന്താണ് EDTA? EDTA എന്ന് പറയുമ്പോൾ എത്തിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. എന്താ? എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. ഇതാണ് എന്താ? EDTA എന്ന് പറയുന്നത്. അപ്പൊ ഈ EDTA എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ എഥിലീൻ ഡൈയമീൻ. എഥിലീൻ ഡൈയമീനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാ അല്ലെ? ആരാ? എഥിലീൻ ഡൈയമീൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഇവിടെ പരിചയപ്പെട്ട ആളാണ് എഥിലീൻ ഡൈയമീൻ എന്ന് പറയുന്നത് അല്ലെ? ഇതാണ് നമ്മുടെ എഥിലീൻ ഡൈയമീൻ മോളിക്യൂൾ. ഈ എഥിലീൻ ഡൈയമീൻ മോളിക്യൂളിനകത്ത് ടെട്രാ അസറ്റേറ്റ് അയോൺ, ദാറ്റ് ഈസ് നമ്മുടെ ഒരു CH2 ഉണ്ട്, ഇവിടെ മറ്റൊരു CH2 ഉണ്ട്. ദെൻ നമ്മുടെ എഥിലീൻ ഡൈയമീന്റെ കേസിൽ CH2 സിംഗിൾ ബോണ്ട് CH2, ഇവിടെ ഒരു NH2, ഇവിടെ ഒരു NH2 ആയിരുന്നു അല്ലെ? ഇവിടെ 2 നെഗറ്റീവ് ചാർജും ആയിരുന്നു. എന്നാൽ EDTA കേസിൽ ഇവിടെ 2 CH2 ഉണ്ട്, എന്നിട്ട് നമ്മുടെ ഒരു നൈട്രജൻ ഇവിടെ, മറ്റൊരു നൈട്രജൻ ഇവിടെ. ഇത്രയൊക്കെ ആണല്ലോ. ഇതാരാണ്? നമ്മുടെ എഥിലീൻ ഡൈയമീൻ ആണ്. എന്നിട്ട് ഇവിടുത്തെ ഈ 2 ഹൈഡ്രജനും ഇവിടെ നിന്ന് പോകും. എന്നിട്ട് അവിടെ ഒരു അസറ്റേറ്റ് മോളിക്യൂൾ വരും. എന്താ? ഒരു അസറ്റേറ്റ് അയോൺ. അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ ആരാ? അസറ്റിക് ആസിഡ്. ആരാ അസറ്റിക് ആസിഡ്? CH3COOH. ഇതാണ് നമ്മുടെ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ആരാണ്? അസറ്റിക് ആസിഡ്. ഓക്കെ, ഈ അസറ്റിക് ആസിഡിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആളാണ് CH3COO-. ഇതിനെ നമ്മൾ അസറ്റേറ്റ് അയോൺ എന്നാണ് വിളിക്കുന്നത്. അസറ്റേറ്റ് അയോൺ. അപ്പൊ ഇവിടെ ഈ നൈട്രജന്റെ 2 വാലൻസിയിലേക്കും ഓരോ അസറ്റേറ്റ് അയോണും കൂടെ വരുന്നു. ഇവിടെ ഒരു CH2COO-. ഓക്കെ, H പോയി, CH2COO-. ഇവിടെ ഒരു CH2COO-. ഇവിടെയും ഒരു CH2COO-. കണ്ടോ? ഇയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ. നമുക്ക് ഈ ഒരു EDTA, ഒരു പോളിഡെൻഡേറ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എഥിലീൻ ഡൈയമീനെ അറിയാം.
അല്ലെ. CH2 രണ്ടിടത്ത് NH2, അതാണ് എഥിലീൻ ഡയമീൻ, EN എന്ന് പറയുന്നത്. ഈ EN-ന്റെ 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു അസറ്റേറ്റ് അയോൺ വന്നാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഇവരുടെ ഡെൻസിറ്റി എത്രയാണെന്ന് നോക്കാം. എഥിലീൻ ഡയമീന്റെ ഡെൻസിറ്റി 2 ആണ്. ആരാ അവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്? 2 നൈട്രജൻ ആറ്റമാണ് ഇവിടുത്തെ ഡോണർ ആറ്റം എന്ന് പറയുന്നത്. ഇനി EDTA വരുമ്പോ ഇവിടെ ആരുണ്ട്? ഇവിടെ ഈ 2 നൈട്രജൻ അതുപോലെ തന്നെയുണ്ട് അല്ലെ. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു നൈട്രജന് 2 ലോൺ പെയർ ഉണ്ട്, ഈ നൈട്രജന് 2 ലോൺ പെയർ ഉണ്ട്. സോ ഇവിടുത്തെ ഡോണർ ആറ്റംസ് എന്ന് പറയുന്നത് 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. ഇനി ആരൊക്കെയുണ്ട്? ഓക്സിജൻ. ഏത്? ഇവിടുത്തെ ഈ ഒരു O-. എത്ര O- ഉണ്ട്? 1 2 3 4 ഓക്സിജനും ഉണ്ട്. സോ ഇവരുടെ മൊത്തം ഡെൻസിറ്റി എന്ന് പറയുന്നത് 6 ആണ്. അപ്പോ EDTA എന്ന് പറയുന്നത് ഒരു ഹെക്സാ ഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. EDTA എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെക്സാ ഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് EDTA കേട്ടോ. ഇതിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ EDTA എന്ന് പറയുന്നത് ഒരു ഹെക്സാ ഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവരുടെ ഡോണർ ആറ്റംസ് ആരൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇവിടുത്തെ ഡോണർ ആറ്റംസ്? 2 നൈട്രജൻ ഉണ്ട്, 4 ഓക്സിജൻ ഉണ്ട്. ആരൊക്കെയാ? 2 നൈട്രജനും 4 ഓക്സിജനും. ഇവരാണ് എന്താ? നമ്മുടെ EDTA. EDTA എന്ന് പറഞ്ഞൊരു പോളിഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഹെക്സാ ഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. ഈ ഹെക്സാ ഡെൻറ്റേറ്റ് ലിഗാൻഡിന്റെ ഡോണർ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 6 ഡോണർ ആറ്റംസ് ആണുള്ളത്. ആരൊക്കെയാണ് 6 ഡോണർ ആറ്റംസ് എന്ന് പറയുന്നത്? 2 നൈട്രജനും 4 ഓക്സിജനും. ഓക്കെ ആണോ? EDTA ക്ലിയർ ആണോ? ഈ പിക്ചർ 2 തവണ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്ട്രക്ചറിലേക്ക് വരാം. ഇതൊന്നും വലിയ പാടില്ല. എഥിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ ഒരു ഈഥെയിൻ മോളിക്യൂളിനകത്ത് 2 സൈഡിലും അമീൻ വരുന്നു, NH2 വന്നു. അതിനെയാണ് നമ്മൾ എഥിലീൻ ഡയമീൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ഈ നൈട്രജനകത്തോട്ട് 4 എന്ത് വരുന്നു? അസറ്റേറ്റ് അയോണും കൂടെ വരും. അതിനെയാണ് നമ്മൾ എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് അയോൺ, ദാറ്റ് ഈസ് EDTA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? താങ്ക് യു.